തിരുവനന്തപുരത്ത് വൻ തീപിടുത്തമുണ്ടായിരിക്കുകയാണ്. നഗരമധ്യത്തിലെ PMGയിലെ TVS സ്കൂട്ടർ ഷോറൂമിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സും മറ്റും അവിടെ എത്തിയിട്ടുണ്ട്. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. PMGയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. TVS സ്കൂട്ടർ ഷോറൂമിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. 6 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വാഹന ഷോറൂമാണ് കത്തി നശിച്ചിട്ടുള്ളത്. എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണം, ആർക്കെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട്. രാഹുൽ, എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത്? എന്താണ് സംഭവിച്ചത്? വെളുപ്പിനാണ് തീപിടുത്തം ഉണ്ടായത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. ഏതായാലും ആ ഷോറൂമിന്റെ പല ഭാഗങ്ങളും പൂർണ്ണമായി കത്തി നശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. എന്നാൽ 6 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് അല്പസമയം മുമ്പ് എത്തിയെങ്കിൽ ഇപ്പോൾ അതും കടന്ന് 10 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിക്കുകയാണ്. തീ നിയന്ത്രണവിധേയമായിട്ടില്ല. കാരണം പുറത്തു നിന്ന് കാണുന്ന കാഴ്ചയിൽ അകത്ത് വലിയ രീതിയിൽ തീ പടർന്നു പിടിക്കുകയാണ്. കാരണം വാഹനങ്ങളുള്ള സ്ഥലമാണ്. എഞ്ചിൻ ഉൾപ്പെടെയുള്ളവ ഷോറൂമിനുള്ളിലുണ്ട്. വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 10 യൂണിറ്റ് ഫയർഫോഴ്സാണ് നിലവിൽ അവിടെ ഉള്ളത്. ഏതായാലും പുലർച്ചെ ഉണ്ടായ തീപിടുത്തം അത് വലിയ രീതിയിൽ പ്രധാനപ്പെട്ട ഇടമാണ്. ഈ പറയുന്ന PMG ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഷോറൂം. അതുകൊണ്ട് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 യൂണിറ്റ് ഫയർഫോഴ്സാണ് ഇപ്പോൾ ആ ശ്രമവുമായി മുന്നോട്ട് പോകും. ഈ വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ടോ രാഹുൽ? കാരണം ധാരാളം വാഹനങ്ങൾ ഉണ്ടാകും, ഷോറൂമാണ്. അപ്പോൾ തീ ഇപ്പോഴും ആളി പടരുകയുമാണോ? അതെ, ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ഷോറൂമിന്റെ മുകൾത്തെ നിലയിലുള്ള വാഹനങ്ങൾ അത് പൂർണ്ണമായി കത്തി നശിക്കാനുള്ള സാധ്യതയാണുള്ളത്. കാരണം തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ പുലർച്ചെ കണ്ട രീതിയിലുള്ള തീയുടെ സാന്നിധ്യമില്ല. എങ്കിൽ പോലും അകത്ത് ഇത്തരത്തിൽ തീ പൂർണ്ണമായി അണയ്ക്കണമെങ്കിൽ സേനയ്ക്ക്, ഫയർഫോഴ്സ് അഗ്നിരക്ഷാ സേനയ്ക്ക് അകത്തേക്ക് പ്രവേശിച്ചാൽ മാത്രമേ കൃത്യമായി അണയ്ക്കാൻ കഴിയൂ. കാരണം വാഹനങ്ങൾ കൂടി ആയതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എഞ്ചിൻ ഓയിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ തീ അണയ്ക്കാൻ പ്രയാസം ഉണ്ടാക്കുന്ന വസ്തുക്കളുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് കൃത്യമായി സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി അകത്ത് പ്രവേശിച്ച ശേഷം മാത്രമേ പൂർണ്ണമായി തീ അണയ്ക്കാൻ കഴിയൂ. എന്നാലും 1-ാം നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഷോറൂമിന് 1-ാം നിലയിലുള്ള വാഹനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സാധനങ്ങൾ പൂർണ്ണമായി കത്തി നശിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഏതായാലും 6 യൂണിറ്റാണ് ആദ്യഘട്ടത്തിൽ എത്തിയത്. 6 യൂണിറ്റ് എത്തിയപ്പോഴാണ് ഈ പുറത്തേക്ക് പടർന്ന് തീ അണയ്ക്കാൻ. കാരണം ഈ വരും മണിക്കൂറിൽ തിരക്കേറിയ ജംഗ്ഷനാണ്, ആളുകൾ കടന്നു പോകുന്ന ഇടമാണ് PMG എന്ന് പറയുന്നത്. ഏതായാലും ഈ പുറത്തേക്ക് തീ അണയ്ക്കാൻ കഴിഞ്ഞെങ്കിലും അകത്തേക്ക് എത്രമാത്രം അകത്തേക്ക് കയറാൻ വലിയ പ്രയാസം നേരിടുന്നുണ്ടോ രാഹുൽ? കാരണം ഈ ചില്ല് തകർത്തുകൊണ്ടാണ് ഈ അഗ്നിരക്ഷാ സേന ഈ ഷോറൂമിനുള്ളിലേക്ക് കയറ്റുന്നത്. ചില്ല് തകർത്തുകൊണ്ട് കയറുന്നത് തന്നെ സമയം പിടിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ തീ പുറത്തേക്ക് വ്യാപിച്ച സ്ഥലം ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് ഫോം ചെയ്തുകൊണ്ടാണ്. അതായത് ആദ്യം പുറത്ത് ഈ തീപിടുത്തം അത് വെള്ളം ഒഴിച്ച് കിട്ടിയെങ്കിൽ പിന്നീട് ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ തന്നെ 10 യൂണിറ്റിന്റെ സാന്നിധ്യമുണ്ട്. കാരണം അത്രയും വ്യാപകമായ ഒരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും തീ നിയന്ത്രണവിധേയമാക്കാനുള്ള ശ്രമം തുടരുകയാണ്. രാഹുൽ, ഈ തീ പടരുന്നത് ആരാണ് കണ്ടത്? കൃത്യസമയത്ത് തന്നെ ഫയർ യൂണിറ്റ് ഒക്കെ എത്താൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ആരാണിത് കണ്ടത് ആദ്യം? അതുമായി ബന്ധപ്പെട്ട വിവരം ലഭിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഈ ഫയർ യൂണിറ്റ്, അതായത് ഈ അഗ്നിരക്ഷാ സേന യൂണിറ്റ് ലഭിക്കുന്നു. നമ്മൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയാണ്. നിലവിൽ എന്തായാലും ഈ ഫയർഫോഴ്സ് യൂണിറ്റിന്റെ വിവരം ലഭിക്കുന്നു. ആദ്യം ഒരു യൂണിറ്റ് എത്തുന്നു. ആ യൂണിറ്റ് എത്തിയപ്പോഴാണ് തീ വ്യാപകമായി പടർന്നു എന്നുള്ള കാഴ്ച കാണുന്നത്. ആ ഘട്ടത്തിലാണ് മറ്റു യൂണിറ്റുകളെയും സ്ഥലത്തേക്ക് വിളിച്ചു വരുത്താൻ കാരണമായത്. എന്തായാലും ആദ്യഘട്ടത്തിൽ, അതായത് ഒരു മണിക്കൂറിന് മുൻപ് തന്നെ 6 യൂണിറ്റുകൾ എത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീടാണ് ഇത്തരത്തിൽ അനുബന്ധമായി 10 യൂണിറ്റിലേക്ക് ആളുകളെ വിളിച്ചു വരുത്തുകയും ആ യൂണിറ്റ് എത്തി അണയ്ക്കാനുള്ള ശ്രമം തുടരുകയും ചെയ്യുന്നത്.